ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയൊക്കെ ഒരു അജണ്ട എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഈ അജണ്ടയിൽ വളർന്നു വരുന്ന ഓരോ വ്യക്തിയും അവരൊക്കെ ഓരോ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സ്ഥാനമാനങ്ങളിലേക്ക്, അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിക്കൊടുക്കുന്ന സ്ഥാനമാനങ്ങളിലേക്ക് കയറിയിരിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അപകടം? ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഈ ആർ എസ് എസും സംഘപരിവാറും ബി ജെ പി ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നത് അവരുടെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള രീതികളാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം സമുദായത്തിനെതിരെയും കമ്മ്യൂണിസത്തിനെതിരെയും ഒക്കെയാണ്. അപ്പം ഇവർ ഒരു ഹൈക്കോടതി ജഡ്ജിയാക്കി ഒരു ആർ എസ് എസ്സുകാരനെ കൊണ്ടുവന്നിരുത്തിയാൽ, ഒരു സുപ്രീം കോടതി ജഡ്ജിയാക്കി കൊണ്ടിരുത്തിയാൽ ബാബരി മസ്ജിദിൻ്റെയൊക്കെ കഥ പറഞ്ഞ പോലെയാവും. ഗ്യാൻവാബി മസ്ജിദിൽ പ്രാർത്ഥനയ്ക്ക് അനുമതി കൊടുത്ത പോലെയൊക്കെ ആവും. ഇനി വരും കാലങ്ങളിൽ എന്തൊക്കെ കാണേണ്ടി വരും? ഇതുപോലുള്ളവരൊക്കെയാണ്